സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. രാജിവെച്ച കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും പ്രാഥമിക അംഗത്വവും രാജിവെച്ച വൈസന്മാലി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിലിനെതിരെ പ്രതികരണവുമായി കോൺഗ്രസ് പ്രവർത്തകൻ. മലപ്പുറം കോട്ടക്കലിൽ യുവാവിനെ അപകടപ്പെടുത്തി 5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ ഇടുക്കിയിൽ പിടിയിൽ. ആനച്ചാലിൽ വിനോദസഞ്ചാരികൾ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയ സംഭവത്തിൽ കേസെടുത്ത പോലീസ്. ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആനസവാരി കേന്ദ്രങ്ങൾ അനധികൃതമാണെന്ന ആരോപണവുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്ത്. വിശദമായ വാർത്തകളിലേക്ക്. രാജിവെച്ച കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും പ്രാഥമിക അംഗത്വവും രാജിവെച്ച വൈസന്മാലി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരത്തുപറമ്പിലിനെതിരെ പ്രതികരണവുമായി കോൺഗ്രസ് പ്രവർത്തകൻ. സാധാരണ പ്രവർത്തകനായി പ്രവർത്തിച്ചു വരുന്ന വൈസന്മാലി മേനോലി ഐസക്കാണ് പ്രതികരണവുമായി എത്തിയത്. വൈസന്മാലി മണ്ഡലം പ്രസിഡന്റായിരുന്ന തോമസ് ഏതാനും ദിവസങ്ങളിലായി പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നെന്നും മണ്ഡലം ഭാരവാഹികൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരല്ല എന്നും തോമസിന്റെ നോട്ടം ഇടതുപക്ഷത്തേക്കാണെന്നും എവിടെ പോയാലും അതിൽ ഉറച്ചു നിൽക്കയില്ലെന്നും കുത്തിത്തിരിപ്പുകൾ മാത്രമുള്ള ഇദ്ദേഹത്തെ സഹിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവില്ലെന്നും ഒരു ഭാരവാഹിത്വവും ആവശ്യപ്പെടാതെ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും കോൺഗ്രസ് പാർട്ടിയുടെ 1 രൂപ അംഗത്വമെടുത്തിട്ടുള്ള പ്രവർത്തകൻ കൂടിയായ ഐസക് പറഞ്ഞു. തോമസ് ഒരു പാർട്ടിയുമായി നിരന്തരമായി എന്തോ ഒരു വിരുദ്ധ മനോഭാവം കാണിച്ച് നിൽക്കുന്നതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അത് പലപ്പോഴും പാർട്ടിയെ വെട്ടിലാക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് സീറ്റ് കിട്ടിക്കിടന്നു കഴിഞ്ഞപ്പോൾ തോമാച്ചൻ പെട്ടെന്ന് മണ്ഡലം പ്രസിഡന്റിൽ നിന്ന് മാറി നിൽക്കുകയും മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയ ഒരാൾ കണ്ടെത്തുകയും താൽക്കാലികമായി ചുമതലയ്ക്ക് ചെയ്തിട്ടുള്ളതാണ്. ആ സാഹചര്യത്തിലാണ് തോമാച്ചൻ ഇതിനകത്ത് നിന്ന് മാറി നിൽക്കുക. കാരണം പാർട്ടിയോട് ചെയ്തിട്ടുള്ള പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയും INTUCയുടെ യാഥ മുടക്കുകയും പൊട്ടങ്കാട് പാർട്ടി ഓഫീസ് പണിയുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് അതിനെ പുല്ലുവില കൽപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് INTUC പാർട്ടിക്ക് വേണ്ടി ഒരു യാഥ നടത്തിയപ്പോൾ ആ യാഥയ്ക്ക് പങ്കെടുക്കാതെ മാറി നിന്ന് കോൺഗ്രസിന് നേരെ കൊഞ്ഞനെ കുത്തുകയും ചെയ്തിട്ടുള്ള പരിപാടികൾ കാണിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇത് കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ നിലയ്ക്ക് എനിക്ക് ഒരു കാരണവശാലും അത് ഉൾക്കൊള്ളാൻ പാടില്ല. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ പരിപാടി തീരുമാനിച്ചത്. പല പരിപാടികളും തോമസ് തിരുവത്തൂരിൽ മാറി നിന്ന് കോൺഗ്രസിനെ അപഹസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന തോമസ് തിരുവത്തൂരിൽ ഈ പ്രസ്ഥാനത്തിന് ഒരു അപമാനമായിട്ടുള്ള എനിക്ക് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് വ്യക്തിപരമായി ഞാനിങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി തീരുമാനിച്ചിട്ടുള്ളത്. മലപ്പുറം കോട്ടക്കലിൽ യുവാവിനെ അപകടപ്പെടുത്തി 5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ ഇടുക്കിയിൽ പിടിയിൽ. കോഴിക്കോട് ചെങ്ങരോത്ത് സ്വദേശി പുത്തലാട്ട് ജുനൈദാണ് അറസ്റ്റിലായത്. സംഭവത്തിന് ശേഷം രാമക്കൽമേട്ടിലെത്തിയ ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 7 രാത്രി 10 മണിയോടെയാണ് ജുനൈദിന്റെ നേതൃത്വത്തിലുള്ള 3 അംഗ സംഘം യുവാവിനെ അപകടപ്പെടുത്തി പണം തട്ടിയെടുത്തത്. കോട്ടക്കൽ പറമ്പലങ്ങാടിയിലെ ക്ലബ് സുലൈമാനി എന്ന സ്ഥാപനത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് പ്രതികൾ മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് ഫായിസിനെ അപകടപ്പെടുത്തുകയായിരുന്നു. രാമക്കൽമേട്ടിലെ റിസോർട്ടിൽ 3 വർഷം മുമ്പ് ജോലി ചെയ്തിരുന്ന ജുനൈദ് സംഭവത്തിന് ശേഷം ഇവിടേക്കെത്തി ഒളിവിൽ കഴിയുകയായിരുന്നു. കോട്ടക്കൽ SI റഷാദ് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാമക്കൽമേട്ടിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കേസിലെ മറ്റൊരു പ്രതിയായ ജുനൈദിന്റെ സഹോദരൻ ജവാദിനെ മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 3ാം പ്രതി ഇപ്പോഴും ഒളിവിലാണ്. സിറ്റി വിഷൻ നെടുങ്കണ്ടം. ആനച്ചാലിൽ വിനോദസഞ്ചാരികൾ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയ സംഭവത്തിൽ കേസെടുത്ത പോലീസ്. വെള്ളത്തോവൽ പോലീസാണ് സ്വമേധയാ കേസെടുത്തത്. സ്ഥാപന ഉടമകളെ പ്രതി ചേർത്താണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സംഭവത്തെ തുടർന്ന് ആകാശ ഭക്ഷണശാല താൽക്കാലികമായി അടച്ചിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആനച്ചാലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആകാശ ഭക്ഷണശാലയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയത്. 2 മുതിർന്നവരും 2 കുട്ടികളും 1 ജീവനക്കാരുമായിരുന്നു ഉയരത്തിൽ സ്കൈ ഡൈനിങ്ങിൽ അകപ്പെട്ടത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. വെള്ളത്തൂവൽ പോലീസാണ് സ്വമേധയാ കേസെടുത്തത്. സ്ഥാപന ഉടമകളെ പ്രതി ചേർത്താണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.
സംഭവത്തെ തുടർന്ന് ആകാശ ഭക്ഷണശാല താൽക്കാലികമായി അടച്ചിരുന്നു. ഇന്നലെ 1.5 മണിക്കൂറിലധികമാണ് കുട്ടികളടക്കമുള്ളവർ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയത്. ഏറെ സമയം നീണ്ട സാഹസിക രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ അഗ്നിരക്ഷാസേന എത്തിയാണ് 5 പേരെയും സുരക്ഷിതമായി താഴെയിറക്കിയത്. സംഭവത്തിൽ ജില്ലാ കളക്ടർ തഹസിൽദാറോട് റിപ്പോർട്ട് തേടിയിരുന്നു. കേരളത്തിൽ അത്ര പ്രചാരമില്ലാത്ത സാഹസിക വിനോദമാണ് സ്കൈ ഡൈനിങ്. 150 അടി ഉയരത്തിലിരുന്ന് കാഴ്ചകൾ കണ്ട് ഭക്ഷണം കഴിക്കാം. 1 മാസം മുമ്പാണ് പ്രദേശത്ത് സ്കൈ ഡൈനിങ് പ്രവർത്തനം ആരംഭിച്ചത്. സിറ്റി വിഷൻ, ആനച്ചാൽ. ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആനസവാരി കേന്ദ്രങ്ങൾ അനധികൃതമാണെന്ന ആരോപണവുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്ത്. പ്രവർത്തിക്കുന്നതിനാവശ്യമായ രേഖകളോ അനുമതിയോ ഇല്ലാതെയാണ് ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും ആനകളുടെ പരിപാലനവും വേണ്ട രീതിയിലല്ലെന്നും ഉദ്യോഗസ്ഥ ഒത്താശയോടെയാണ് ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും കെ ബുൾബേന്ദ്രൻ ആരോപിച്ചു. ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖല ലക്ഷ്യമിട്ട നിരവധി ആനസവാരി കേന്ദ്രങ്ങളാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ആനകളെ സവാരി നടത്തുന്നതിന് വേണ്ട ഒരുവിധ അനുമതികളുമില്ലാതെ പ്രവർത്തിക്കുന്നവയും നിരവധിയാണ്. മുമ്പ് ഇത്തരം കേന്ദ്രത്തിൽ ആന ആക്രമിച്ച ആളുകൾക്ക് ജീവൻ നഷ്ടമായ സംഭവമടക്കം ഉണ്ടായിട്ടുണ്ട്. ഇതിനുശേഷം അടച്ചുപൂട്ടിയ കേന്ദ്രം ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുകയാണെന്നും വനംവകുപ്പ്, സോഷ്യൽ ഫോറസ്ട്രി ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് അനധികൃതമായി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ ആരോപിച്ചു. ഞങ്ങൾ ഗ്രീൻ കെയർ കേരള ഈ പറയുന്ന ആനസവാരി കേന്ദ്രങ്ങളുടെ എല്ലാം പ്രവർത്തനം പരിശോധിച്ചപ്പോൾ ഇതിന് ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഇടുക്കി സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്ററുടെ അണ്ടറിലാണ് ഇടുക്കി ജില്ലയിൽ ആനസവാരി കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അനുമതി ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അവ പൂട്ടിക്കേണ്ടതും ഈ ഓഫീസാണ്. അപ്പോൾ ഇതിനെല്ലാം മൗന അനുവാദത്തോടു കൂടിയാണ് ആനസവാരി കേന്ദ്രങ്ങൾ ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അധികാരികൾ, സർക്കാർ, പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉന്നതാധികാരികൾ, കളക്ടറും എത്രയും പെട്ടെന്ന് ഈ അനധികൃത ആനസവാരി കേന്ദ്രങ്ങൾ എത്രയും പെട്ടെന്ന് നിർത്തിക്കണം എന്നുള്ളതാണ് ഗ്രീൻ കെയർ കേരള ആവശ്യപ്പെടുന്നത്. അനധികൃതമായി പ്രവർത്തിക്കുന്ന ആനസവാരി കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്നതിനും ആനകളുടെ പരിപാലനം കൃത്യതയോടെയെന്ന് ഉറപ്പുവരുത്തുന്നതിനും അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും സംസ്ഥാന വനം വകുപ്പ് മന്ത്രിക്കുമടക്കം ഗ്രീൻ കെയർ കേരള പരാതിയും നൽകിയിട്ടുണ്ട്. സർക്കാർ ഇടപെടലുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും ഗ്രീൻ കെയർ കേരള വ്യക്തമാക്കി. സിറ്റി വിഷൻ, അടിമാലി. പ്രചാരണത്തിനിടെ സ്ഥാനാർത്ഥി സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ പാഞ്ഞെടുത്ത കാട്ടാന. കഴിഞ്ഞ ദിവസം രാത്രി മൂന്നാറിലാണ് സംഭവം നടന്നത്. ജില്ലാ പഞ്ചായത്തിൽ മൂന്നാർ ഡിവിഷനിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഡി നെൽസനും പ്രവർത്തകരുമാണ് കാട്ടാനയ്ക്ക് മുമ്പിൽ അകപ്പെട്ടത്. കാട്ടാന പാഞ്ഞെടുത്തതോടെ ഏറെ ദൂരം വാഹനം പിന്നോട്ടോടിച്ച് ഇവർ രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ 2ാം ഡിവിഷനായ മൂന്നാർ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സി നെൽസണും ഒപ്പമുണ്ടായിരുന്ന പ്രവർത്തകരുമാണ് കാട്ടാനയ്ക്ക് മുമ്പിൽ അകപ്പെട്ടത്. മൂന്നാർ നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റ് മേഖലയിൽ പ്രചാരണം കഴിഞ്ഞ് രാത്രിയിൽ മടങ്ങവെയാണ് സ്ഥാനാർത്ഥിയും സംഘവും കാട്ടാനയ്ക്ക് മുമ്പിൽപ്പെട്ടത്. പ്രദേശത്ത് സ്ഥിര സാന്നിധ്യമായ ഒറ്റക്കൊമ്പനാണ് സ്ഥാനാർത്ഥിയും സംഘവും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തത്. കാട്ടാന പാഞ്ഞെടുത്തതോടെ ഏറെ ദൂരം വാഹനം പിന്നോട്ടോടിച്ച് ഇവർ രക്ഷപ്പെടുകയായിരുന്നു. കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന പാതയിലൂടെയാണ് വാഹനം പിന്നോട്ടെടുത്ത് സ്ഥാനാർത്ഥിയും സംഘവും കാട്ടാനയുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെട്ടത്. കാട്ടാന റോഡിൽ നിന്നും പിൻവാങ്ങിയ ശേഷം സംഘം മൂന്നാറിലേക്ക് യാത്ര തുടരുകയായിരുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വിനോദ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനായി KSRTC ആരംഭിച്ച റോയൽ ഡബിൾ ഡെക്കർ ബസിന്റെ ഇതുവരെയുള്ള വരുമാനം 1 കോടി പിന്നിട്ടു. ഇതുവരെ 30,000-ത്തിലധികം പേർ ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്തു.
കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചത്. 10 മാസം പിന്നിടാനൊരുങ്ങവെയാണ് ബസിന്റെ വരുമാനം 1 കോടി പിന്നിട്ടത്. മൂന്നാറിലെ ടൂറിസം പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് KSRTC മൂന്നാർ ഡിപ്പോയിൽ നിന്നും ഡബിൾ ഡെക്കർ ബസ് ആരംഭിച്ചത്. സർവീസിന് മികച്ച സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്നും ലഭിച്ചത്. മൂന്നാറിൽ നിന്നും വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഡിപ്പോയിൽ നിന്നും ഉല്ലാസ ബസ് സർവീസ് നടത്തുന്നുണ്ട്. ഇതിനു പുറമെയാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഡബിൾ ഡെക്കർ സർവീസ് തുടങ്ങിയത്. വിദേശീയരടക്കമുള്ള സഞ്ചാരികൾക്ക് തേയിലത്തോട്ടത്തിനിടയിലൂടെ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ച് ഡബിൾ ഡെക്കറിലെ യാത്ര വർണ്ണനാതീതമാണ്. ബസിന്റെ മുകൾ നിലയിലെ യാത്ര ആനന്ദകരമാണ്. മുകൾ ഭാഗത്തിരുന്ന് യാത്ര ചെയ്യുന്നതിന് 400-ഉം താഴത്തെ നിലയിൽ 200 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. രാവിലെ 9, പകൽ 12:30, വൈകിട്ട് 4 എന്നീ സമയങ്ങളിലാണ് മൂന്നാർ ഡിപ്പോയിൽ നിന്നും ആനയിറങ്കൽ അണക്കെട്ടിലേക്ക് യാത്ര തിരിക്കുന്നത്. ഇതുവരെ 30,000-ത്തിലധികം പേർ ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചത്. 10 മാസം പിന്നിടാനൊരുങ്ങവെയാണ് ബസിന്റെ വരുമാനം 1 കോടി പിന്നിട്ടത്. സിറ്റി വിഷൻ, മൂന്നാർ. പള്ളിവാസൽ കൃഷിഭവനിലെ ജനകീയ കൃഷി ഓഫീസർക്ക് കർഷകർ യാത്രയയപ്പ് നൽകി. കഴിഞ്ഞ 4 വർഷക്കാലം പള്ളിവാസൽ പഞ്ചായത്തിൽ കൃഷി ഓഫീസറായി പ്രവർത്തിച്ച ബെന്നി വർഗീസിനാണ് കർഷകർ യാത്രയയപ്പ് നൽകിയത്. കർഷകർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കൃഷി ഓഫീസറായിരുന്നു ബെന്നി വർഗീസ്. ജില്ലയിൽ 9ഓളം കൃഷിഭവനുകളിൽ ജോലി ചെയ്തിട്ടുള്ള അദ്ദേഹം തന്റെ അരികിലെത്തുന്ന കർഷകർക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുകയും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പരമാവധി നേടിക്കൊടുക്കുകയും ചെയ്തിരുന്നു. അത് എത്രത്തോളം എന്നത് കർഷകരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. കുട്ടികളായിട്ടുള്ളവർക്കുടെ കാര്യം പറഞ്ഞാലും 2 സ്കൂളുകൾ നമ്മുടെ പള്ളിവാസൽ പഞ്ചായത്തിലുണ്ട്, ചിത്തിരപുരത്തും കല്ലാറിലും. ആ 2 സ്കൂളുകളിലും സാറ് പച്ചക്കറിത്തോട്ടം പിള്ളേരെ കൊണ്ട് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കുകയും പഴവർഗ്ഗ തൈകൾ നട്ട് പഴവർഗ്ഗങ്ങളെല്ലാം പിള്ളേർക്ക് കുറച്ച് കഴിക്കാൻ തലമുറയ്ക്ക് വരുന്ന കുട്ടികൾക്ക് കഴിക്കാനും എല്ലാം പാകത്തിനെല്ലാം സാർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഈ കൃഷി ഓഫീസറാണ് എന്നെ ഈ 75-ാമത്തെ വയസ്സിലും ഉച്ചകോടിയിൽ എത്തിക്കുന്നത്. ലോകരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയതാണ് ഈ ബെന്നി സാറിൻ്റെ ഒരൊറ്റ ഇതുകൊണ്ടാണ്. ഞാൻ കൃഷിയൊക്കെ നിർത്തി വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാമെന്ന് വിചാരിച്ചപ്പം പുള്ളി കുത്തിപ്പൊക്കി എന്നെ വീണ്ടും കൃഷിയിലേക്ക് കൊണ്ടുപോയി. അതൊരു ഭയങ്കരമായ മാറ്റമാണ്. ഈ സാറിൻ്റെ ഇവിടെ നിന്നുള്ള റിട്ടയർമെൻറ്റ് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഈ കൃഷിഭവനിൽ നമ്മുടെ ബെന്നി സാർ വന്നതിന് ശേഷം ഈ ബെന്നി സാറ് ഒരു കൃഷിക്കാരന് എന്തൊക്കെ വേണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കൃഷി ചെയ്യണം എന്നതിനെക്കുറിച്ച് പറഞ്ഞു തരാനും നമ്മളിൽ ഒരാളായിട്ട് അത് കൃഷി ഓഫീസറെ സാധാരണഗതിയിൽ നമ്മളൊരു സർക്കാർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുമ്പിട്ട് നിൽക്കണം. പക്ഷേ നമ്മുടെ ബെന്നി സാറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാറേ ഇന്ന ആവശ്യത്തിന് വന്നതാണ് എന്ന് പറയാനും അതിന് എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു തരാനും സാറിന് ഒരു മടിയില്ല. നമ്മളിൽ ഒരാളായിട്ട് നിൽക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബെന്നി സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 100 വാക്കുകൾ, നാവുകൾ എന്ന് വേണേൽ പറയാം. കൃഷിക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് അത് ആ സമയബന്ധിതമായിട്ടാണ്. ഈ വളങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിൽ, ഈ 4 വർഷം കാലഘട്ടത്തിലെ വളം നമുക്ക് കിട്ടുന്നത് കൃത്യതയോടുകൂടി തന്നെ കിട്ടുന്നുണ്ട്. അത് തന്നെ കൃഷിക്കാർക്കൊക്കെ ഏറ്റവും നല്ലൊരു അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ സാറിൻ്റെ വിരമിക്കൽ ഇപ്പോൾ തന്നെ നമുക്ക് നഷ്ടമായിട്ടാണ് തോന്നുന്നത്. ഒരേ കുടുംബമായിട്ട് പോകുന്നു. നമ്മൾ എന്താവശ്യത്തിനും ആ കൃഷിഭവനിൽ ചെന്നാൽ നല്ല രീതിയിലുള്ള ഇടപെടലും കാര്യങ്ങളുമാണ്. ഇതേപോലൊരു കൃഷിഭവനിലെ ഒരു ഓഫീസർമാരും ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട് പല ഓഫീസിലും. എന്നാലും നല്ല രീതിയിലുള്ള എല്ലാവരും നല്ല ഇടപെടലാണ്. പള്ളിവാസൽ കൃഷി ഓഫീസറായിരുന്ന 4 വർഷക്കാലം കൃഷി ഓഫീസിന്റെ പരിധിയിലുള്ള പച്ചക്കറി കർഷകർക്കും നാണ്യവിള കർഷകർക്കും അദ്ദേഹം സഹായമെത്തിച്ചു. തന്റെ ഓഫീസിലെത്തുന്നവരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് അവരെ ഇരുത്തി അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്തിരുന്ന ഇദ്ദേഹവും സഹപ്രവർത്തകരും കൃഷിഭവന് ഒരു ജനകീയ മുഖം ഉണ്ടാക്കിക്കൊടുത്തയാളാണ്. ഞാൻ ഏകദേശം ഒരു 9 കൃഷിഭവനുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കൃഷിഭവനുകളിൽ ഒരു ഏറ്റവും ഉന്നതമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ച ഒരു കൃഷിഭവൻ കൂടിയാണ് ഈ പള്ളിവാസൽ.
അപ്പോൾ ഈ പള്ളിവാസലിനെ സംബന്ധിച്ച് പറയുമ്പോൾ നല്ലൊരു പ്രദേശം, എല്ലാ സമ്മിശ്ര കൃഷിയുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന സാധാരണ കർഷകർ, എല്ലാ രീതിയിലും നമ്മുടെ കൃഷി വകുപ്പിന് ഏറ്റവും അഭിമാനം നേടിക്കൊടുത്ത ഒരു ജനങ്ങളാണ് നമ്മുടെ ഈ പള്ളിവാസലിലുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയായി കൃഷിഭവൻ പരിധിയിലുള്ള വിവിധ പ്രദേശങ്ങളിലെ കർഷകർ അദ്ദേഹത്തിന് സ്നേഹോഷ്മളമായ യാത്രയയപ്പാണ് നൽകി വരുന്നത്. നവംബർ 30-നാണ് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. സിറ്റി വിഷൻ, പള്ളിവാസൽ. ഇനി ചെറിയൊരിടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. കാണാം ശരണമന്ത്രം. അന്നദാനത്തിന്റെ ഭാഗമായി ശബരിമലയിൽ ചൊവ്വാഴ്ച മുതൽ ഭക്തർക്ക് സദ്യ വിളമ്പി തുടങ്ങുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കി. ചോറ്, പരിപ്പ്, സാമ്പാർ, അവിയൽ, അച്ചാർ, തോരൻ, പപ്പടം, പായസം എന്നിങ്ങനെ ചുരുങ്ങിയത് 7 വിഭവങ്ങളുണ്ടാകും. ഉച്ച 12 മുതൽ 13 വരെയാണ് സദ്യ വിളമ്പുക. സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസുമാണ് ഉപയോഗിക്കുക. നിലവിൽ 4000-ഓളം ഭക്തരാണ് ദിവസവും അന്നദാനത്തിൽ പങ്കെടുക്കുന്നത്. സദ്യ നടപ്പാക്കി തുടങ്ങിയാൽ എണ്ണം കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. ഈ തീരുമാനം പ്രായോഗികമാക്കാനുള്ള ഒരുപാട് കൊച്ചു കൊച്ചു തടസ്സങ്ങളുണ്ട്. പാത്രങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ, അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. അതിനുള്ള സമയമാണ്. കൂടുതൽ ആളുകൾ വേണം, സദ്യ വിളമ്പാൻ കൂടുതൽ ആളുകൾ വേണം, കൂടുതൽ പാത്രങ്ങൾ വേണം, പ്രത്യേകതരം പാത്രങ്ങൾ വേണം, കൂടുതൽ പച്ചക്കറി വേണം. അപ്പോൾ ഇതിനെല്ലാം 2 ദിവസത്തെ സമയം ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ തിങ്കളാഴ്ച എല്ലാം സ്വരുക്കൂട്ടും, ചൊവ്വാഴ്ച മുതൽ നമ്മളിത് പ്രാബല്യത്തിൽ വരും. പുതിയ ഒരു സമീപനത്തിന്റെ ഭാഗമായാണ് ഭക്തർക്ക് സദ്യ വിളമ്പി തുടങ്ങുന്നത്. ശബരിമലയിലെത്തുന്ന ഓരോ ഭക്തനെയും ഞങ്ങൾ പരിഗണിക്കുന്നു എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഈ സമീപനം ശബരിമലയുടെ മറ്റ് എല്ലാ കാര്യങ്ങളിലും പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്. കെ ജയകുമാർ വിശദീകരിച്ചു. സദ്യയ്ക്കുള്ള പായസം ഓരോ ദിവസവും മാറി മാറി നൽകും. മണ്ഡലകാലം തുടങ്ങി 2 ആഴ്ചയാകുമ്പോൾ തീർത്ഥാടനം സുഗമമായ നിലയിൽ പുരോഗമിക്കുന്നതിനായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. സിറ്റി വിഷൻ, സന്നിധാനം. അയ്യപ്പ സന്നിധിയിൽ നൃത്താർച്ചനയുമായി സന്നിധാനം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ആയുർവേദ തെറാപ്പിസ്റ്റ് വിജേഷ് കുമാറും സുഹൃത്തുക്കളായ മഞ്ചേഷ് ശ്രീഭദ്രയും വിഷ്ണുവും ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ വിഭാഗങ്ങളിലായി അവതരിപ്പിച്ച നൃത്താർച്ചന അയ്യപ്പ ഭക്തന്മാർക്ക് വേറിട്ട അനുഭവമായി.
ശ്രീ മഹാഗണപതിയെ വാഴ്ത്തിക്കൊണ്ട് മഞ്ചേഷ് അവതരിപ്പിച്ച നൃത്തത്തോടെയാണ് നൃത്താർച്ചന ആരംഭിച്ചത്. ധർമ്മ പുനഃസ്ഥാപകനായ അയ്യപ്പനെയും മഹാശിവനെയും മറ്റു ദേവഗണങ്ങളെയും സ്തുതിച്ചുകൊണ്ടാണ് നൃത്തം അവതരിപ്പിച്ചത്. സന്നിധാനം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ആയുർവേദ തെറാപ്പിസ്റ്റായ വിജീഷ് കുമാറിനൊപ്പം സുഹൃത്തുക്കളായ മഞ്ചേഷ്, ശ്രീഭദ്രയും വിഷ്ണുവും നൃത്ത പരിപാടിയിൽ പങ്കെടുത്തു. ഭക്തിസാന്ദ്രമായ നൃത്താർച്ചന ആസ്വദിക്കാനായി നിരവധി അയ്യപ്പ ഭക്തന്മാരാണ് നടപ്പന്തലിലെ വേദിക്ക് മുന്നിൽ തടിച്ചുകൂടിയത്. സിറ്റി വിഷൻ, സന്നിധാനം. കട്ടപ്പന ഇടശ്ശേരി ജംഗ്ഷനിൽ ബസ് സ്റ്റാൻഡിലേക്കുള്ള പ്രവേശന കവാടത്തിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ഇലക്ട്രിക് ട്രാൻസ്ഫോമറിന് സമീപമുള്ള വൈദ്യുതി പോസ്റ്റിലേക്ക് KECBയുടെ തന്നെ ABC കേബിളുകൾ കൂടുതൽ ദൈർഘ്യത്തിൽ വലിച്ചു ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ കാലപ്പഴക്കമുള്ള വൈദ്യുതി പോസ്റ്റ് ദിവസേന റോഡിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ സ്റ്റേ കേബിളുകളും ദുർബലമാണ്. അതീവ അപകടകരമായ അവസ്ഥയാണ്. ഈ ട്രാൻസ്ഫോമറിനോട് ചേർന്നാണ് നഗരസഭ കൂറ്റൻ കമാനവും സ്ഥാപിച്ചിരിക്കുന്നത്. ദിവസം 100 കണക്കിന് ബസ് കയറിയിറങ്ങുന്ന സ്റ്റാൻഡിൽ അധികൃതരുടെ അനാസ്ഥ മൂലം വൻ അപകടമാണ് വിളിച്ചു വരുത്തുന്നത്. LDF രാജാക്കാട് പഞ്ചായത്ത് 6ാം വാർഡ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. NRCTയിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അടുത്ത 5 വർഷത്തിനുള്ളിൽ എല്ലാ വീടുകളും ഉൽപാദന കേന്ദ്രങ്ങളാക്കി മാറ്റുകയെന്ന ലക്ഷ്യമാണ് ഇടതുപക്ഷ സർക്കാരിനുള്ളതെന്ന് KK ജയചന്ദ്രൻ പറഞ്ഞു. LDF തെരഞ്ഞെടുപ്പ് പ്രചാരണം 1ാം ഘട്ടം പൂർത്തിയാക്കി 2ാം ഘട്ടത്തിലേക്ക് കടന്ന് മുമ്പോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നത്. രാജാക്കാട് പഞ്ചായത്തിലെ 6ാം വാർഡ് കൺവെൻഷൻ NRCTയിൽ സംഘടിപ്പിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ എല്ലാ വീടുകളും ഉൽപാദന കേന്ദ്രങ്ങളാക്കി മാറ്റുകയെന്ന ലക്ഷ്യമാണ് ഇടതുപക്ഷ സർക്കാരിനുള്ളതെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ പറഞ്ഞു. 5 വർഷം കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഗ്രാമീണ മേഖലയിൽ നമ്മുടെ കുടുംബശ്രീയും പഞ്ചായത്തും കോപ്പറേറ്റീവ് ബാങ്കും ചേർന്ന് ഗവൺമെന്റ് ഗ്യാരണ്ടി നിൽക്കും. പണം കൊടുക്കണം. എന്നിട്ട് പുതിയ പുതിയ സംരംഭങ്ങൾ മുഴുവൻ പ്രദേശത്തും 10 ലക്ഷക്കണക്കിന് എന്ത് വേണം, സംരംഭങ്ങൾ തുടങ്ങണം. എല്ലാ വീടുകളിലും പരിസരങ്ങളിലുമായിട്ട്. അതിനാണ് അങ്ങനെ നമ്മുടെ സമ്പത്തിന്റെ വളർച്ച. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി ഒരു 15 വർഷം കൊണ്ട് നമ്മുടെ വരുമാനം ഇപ്പോൾ ഉള്ളതിന്റെ എത്ര വളരണം? ഒരു 30,000 രൂപ പ്രതിമാസം വരുമാനമുള്ളവരുണ്ടെങ്കിൽ അവരുടെ വരുമാനം മിനിമം ഒരു 1,00,000 രൂപയായിട്ടെങ്കിലും മാറണം. കൺവെൻഷനിൽ നെടുങ്കണ്ടം ബ്ലോക്ക് NRCT ഡിവിഷൻ സ്ഥാനാർത്ഥി P രാജാറാം, 6ാം വാർഡ് സ്ഥാനാർത്ഥി ആശ അജിമോൻ, 5ാം വാർഡ് സ്ഥാനാർത്ഥി സിജിമോൾ ഷൈൻ, 3ാം വാർഡ് സ്ഥാനാർത്ഥി CR രാജു, 4ാം വാർഡ് സ്ഥാനാർത്ഥി റീജ വിശ്വംഭരൻ എന്നിവരും പങ്കെടുത്തു. LDF നേതാക്കളായ PS അനിൽ, ഷാജി വയലിൽ, KK തങ്കപ്പൻ, MM വിശ്വംഭരൻ, KP സുബീഷ്, KP വത്സ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. LDF 12ാം വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് നടന്നത്. പൂപ്പാറ ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM കമ്പം ഏരിയ സെക്രട്ടറി ലെനിൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക തോട്ടം മേഖലയായ ശാന്തൻപാറ മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി LDF കൺവെൻഷനുകൾ പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡ് തല കൺവെൻഷനുകൾ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി LDF 12ാം വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. നിരവധി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും പങ്കെടുത്ത കൺവെൻഷൻ CPM കമ്പം ഏരിയ സെക്രട്ടറി ലെനിൻ ഉദ്ഘാടനം ചെയ്തു. மக்கள் சீட்டு வாக்குச்சீட்டின் மூலமாக உழைக்கும் மக்களுக்கான தனக்கான அரசாங்கத்தை தேர்ந்தெடுத்த முதல்
நாடு இந்தியா. அதுவும் இந்தியாவில் 1957 இந்த கேரளத்தில் இருக்கக்கூடிய உழைக்கும் மக்கள் தான் அந்த வரலாற்றினுடைய பெருமைக்கு சொந்தக்காரர்கள். 1957 உருவாக்கப்பட்ட உழைக்கும் மக்களினுடைய அரசாங்கம் அன்றைக்கு உருவாகி இன்றைக்கு வரை 2025 வரை മാറി മാറി ആட்சி ചെയ്തു കൊണ്ടിരുന്ന പാലം പൂപ്പാറ ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ CPI ലോക്കൽ കമ്മിറ്റി അംഗം പെത്തനൻ, NR ജയൻ, MI സെബാസ്റ്റ്യൻ, KK നാരായണൻ, KN ശിവൻ, KK അലി, M ഹരിചന്ദ്രൻ, ലിജു വർഗീസ്, മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ പൂപ്പാറ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയായ ലീഗിന്റെ നേതൃത്വത്തിൽ മൂലമറ്റം സെന്റ് ജോസഫ് കോളേജിൽ യൂത്ത് വോട്ടിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. യുവജനങ്ങളുടെ വോട്ടിംഗ് പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ബോധവൽക്കരണം ശക്തമാക്കുന്നതിനും വേണ്ടിയാണ് യൂത്ത് വോട്ടിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. വോട്ട് ഒരു പൗരന്റെ അടിസ്ഥാനാവകാശവും ഉത്തരവാദിത്വവുമാണെന്ന സന്ദേശം യുവസമൂഹത്തിലേക്ക് എത്തിക്കുകയാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. പരിപാടിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങൾ, നാടൻ കളികൾ, ഷോർട്ട് ഫിലിം പ്രദർശനം, കലാപരിപാടികൾ, ഇന്ററാക്റ്റീവ് സെക്ഷനുകൾ തുടങ്ങിയവയും സംഘടിപ്പിച്ചു. മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ജോർജ് അധ്യക്ഷത വഹിച്ച പരിപാടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ് ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും നമുക്കറിയാം, സ്കൂളുകൾ അല്ലെങ്കിൽ കോളേജുകൾ, കലാലയങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നവർ പഠിച്ച് ഉയർന്നു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വോട്ടിന്റെ പാഠവും നമ്മൾ പഠിച്ചു വരേണ്ടത് ഇവിടെ തന്നെയാണ്. നമുക്കറിയാം, കലാലയത്തിലെ യൂണിയൻ തിരഞ്ഞെടുപ്പുകളും മറ്റ് കാര്യങ്ങളൊക്കെ ഇതിന്റെ പാഠങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഇവിടെ അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. യോഗത്തിൽ ലീപ് ഇടുക്കി നോഡൽ ഓഫീസറും തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുമായ അനീസ് ജി, തദ്ദേശ വകുപ്പ് ഇടുക്കി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രവീൺ വാസു, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഭാഗ്യരാജ് KR, ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സലിനി LR, IQAC കോർഡിനേറ്റർ റോബി മാത്യു, അധ്യാപകർ, വിദ്യാർത്ഥികൾ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ തൊടുപുഴ. വിദ്യാർത്ഥികൾ തങ്കമണി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. പാറക്കടവ് സരസ്വതി സ്കൂൾ വിദ്യാർത്ഥികൾ ഹെഡ്മാസ്റ്റർ മധു KSന്റെ നേതൃത്വത്തിൽ പഠനത്തിന്റെ ഭാഗമായാണ് തങ്കമണി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത്. തങ്കമണി പോലീസ് ഇൻസ്പെക്ടർ ABMB വിദ്യാർത്ഥികളുമായി സംവദിച്ചു. പോലീസിന്റെ ഡ്യൂട്ടി വിവരങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കുവാനും പോലീസ് സ്റ്റേഷന്റെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചും പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കുന്ന റെക്കോർഡുകളെക്കുറിച്ചും മനസ്സിലാക്കുവാനും കുട്ടികൾക്ക് സാധിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,900 രൂപ, പവന് 95,200 രൂപ, വെള്ളി ഗ്രാമിന് 192 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജിവെച്ച കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും പ്രാഥമിക അംഗത്വവും രാജിവെച്ച വൈസന്മാലി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് നെരുവത്തുപറമ്പിലിനെതിരെ പ്രതികരണവുമായി കോൺഗ്രസ് പ്രവർത്തകൻ. മലപ്പുറം കോട്ടക്കലിൽ യുവാവിനെ അപകടപ്പെടുത്തി 5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ ഇടുക്കിയിൽ പിടിയിൽ.
ആനച്ചാലിൽ വിനോദസഞ്ചാരികൾ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയ സംഭവത്തിൽ കേസെടുത്ത പോലീസ്. ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആനസവാരി കേന്ദ്രങ്ങൾ അനധികൃതമാണെന്ന ആരോപണവുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.